ഹായ് ഫ്രണ്ട്സ്, സെൻട്രം ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം, ഇനി മഴക്കാലം വരികയാണ്. അപ്പൊ എല്ലാ ആളുകൾക്കും സംശയമാണ് ഇനി ഏതൊക്കെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണത്തിന്റെ കാര്യം ഞാനിപ്പോൾ പറയുന്നത് മുളകുകളാണ്. ഇതേ കണ്ടോ, ഇത് നമ്മളുടെ സെറാ മുളകുകളാണ്. സെറാ മുളക് എല്ലാം നല്ല പാകമായിട്ട് നിൽക്കുക. ഇനി മഴ സമയത്തായിട്ട് നമുക്ക് നടാനും അതുപോലെ വിളവെടുക്കാനും പറ്റുന്ന രീതി എന്ന് പറയുമ്പോഴത്തേന്, ഇപ്പൊ മഴയായല്ലോ, അതുകൊണ്ട് നമ്മൾ നേരിട്ട് കൊണ്ട് വിത്ത് പാകുകയാണെങ്കിൽ അതിന്റെ മുളച്ച് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് സെപ്പറേറ്റ് ട്രേയിൽ പാകി 4-5 പരുവമായിട്ട് മാറ്റി നടുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ നട്ടെങ്കിൽ മാത്രമേ ഓണ സമയത്തോട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മഴയാണെന്നും പറഞ്ഞ് ആരും പിന്നോട്ട് നിൽക്കല്ല. ഇപ്പൊ തന്നെ കുറച്ചൊക്കെ നശിച്ചു പോകും, കുറച്ചൊക്കെ കിട്ടും. ഇപ്പൊ കിട്ടുന്നതാട്ടെ നമുക്ക് ഓണത്തിനൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് പറ്റുമല്ലോ. ഈ സിറാമുളകിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് നല്ല എരിവാണ്, ഭയങ്കര എരിവാണ്. ഇതിന്റെ തോടിനതുണ്ട്, ഇതിന്റെ സ്കിന്നിന് നല്ല കട്ടിയാണ്. അതുകൊണ്ട് തന്നെ എത്ര നാള് വേണമെങ്കിലും ഇത് 2 മാസം വരെയോളം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. നമുക്ക് അതുകൊണ്ട് ഒരുപാടുണ്ടെന്നും പറയാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കണ്ട. അതുപോലെ ഇത് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ, എന്താ കണ്ടോ, ഇത് പിഞ്ചായിരിക്കുമ്പോൾ തന്നെ ഇത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് വറക്കാനായിട്ട് പറ്റും. ഈ എരിവിന്റെ കാരണം കൊണ്ട് തന്നെ ഇത് അധികം മൂക്കുന്നതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ വലിയ എരിവും കാണത്തില്ല. അഥവാ എരിവ് വേണ്ടുന്നവർക്കാണെങ്കിൽ ഇത് മൂത്ത് കഴിയുമ്പോൾ നല്ല എരിവും കിട്ടും. പിന്നെ ഇതിന്റെ പരിചരണ രീതി എന്ന് പറഞ്ഞാൽ, ജൈവവളങ്ങൾ, കരിയില കമ്പോസ്റ്റോ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും കമ്പോസ്റ്റുകളോ കുറച്ച് ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. ആ മഴ സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ചുവട്ടിലെ കരിയിലൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് അവിടെ കുറച്ച് ജൈവവളം ഇട്ടിട്ട് അതിന്റെ പുറത്ത് കുറച്ച് മണ്ണും കൂടെ ഇട്ടിരിക്കണം. ഈ കരിയില മൂടി അവിടെ ഇട്ടിരിക്കണം. ഒരു രീതിയിലും മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ ചെടി മറിഞ്ഞു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു താങ്ങും കൊടുത്തിരിക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും. അതുപോലെ പാകമാകുന്നത് നമ്മൾ വിളവെടുത്തോണ്ടിരിക്കണേ, അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് മുരടിച്ചു പോകും. അപ്പൊ ഈ ചെടികളെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ്, ഫ്രഷ് ആയിട്ടുള്ള വിളവെടുപ്പാണ്. ഇത് മുളക് കട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മൾ സാധാരണ ആളുകൾക്ക് അത്രയും കൊണ്ടൊക്കെ എടുക്കുന്നതാണോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ തന്നെ ഇത് അടന്ന് കിട്ടുവേ. ഇതിന് പ്രത്യേകിച്ച് പരിചരണം ഒന്നും കൊടുക്കണ്ട. പിന്നെ അതുപോലെ പഴുത്ത ഇലകളൊക്കെ വരുമല്ലോ, പഴയ ഇലകൾ, അതെല്ലാം അങ്ങ് നുള്ളി മാറ്റി ചെടി എപ്പോഴും ഫ്രഷ് ആയിട്ട് നിർത്തണം. അന്നേരം കൂടുതൽ കരുത്തോടെ ചെടി വളരാനായിട്ട് സഹായിക്കും. മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പം മഴ വെള്ളത്തിൽ ഒലിച്ചു പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് കുറേശ്ശെ വളങ്ങൾ ഏകദേശം ഒരു 7 ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നതാണ് ചെടിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഏറ്റവും നല്ലത്. കളയണ്ട, അമ്മ വരിക. മഴ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴവെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ മണ്ണിന്റെ അസിഡിറ്റി, പുളിപ്പ് കൂടും. അതുകൊണ്ട് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഡോളോമേറ്റ് ഓരോ സ്പൂൺ വീതം ഓരോ ചെടിയുടെയും ചുവട്ടിലിട്ട് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളവും ഒന്നും ചെടിക്ക് പിടിച്ചെടുക്കാൻ കഴിയാതെ ചെടി മുരടിച്ചു പോകുമേ. ഇത്രയും നമുക്കിപ്പോ വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മഴക്കാലത്തെ നല്ലതായിട്ട് മഴ പെയ്യുമ്പോൾ പ്രാണികളുടെ സാന്നിധ്യം കുറയാനും പരാഗണം നടക്കാതിരിക്കാനും പൂവ് കൊഴിയാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. ഇവിടെ ഒരാള് മുളക് കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പെരിയും കുഞ്ഞിന് ഭയങ്കര എരിവ. അപ്പൊ എല്ലാവരും ഓണത്തിന് വേണ്ടിയിട്ടുള്ള മുളകുകൾ ഇപ്പോഴേ കൃഷി ചെയ്ത് തുടങ്ങിക്കോളൂ. അതുപോലെ വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. എല്ലാ തരം പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. പച്ചമുളകിന്റെ തന്നെ 25-ലധികം വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ്.